ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച ഒരു അച്ചാറാണ്. ഇതൊരു മിക്സ്ഡ് അച്ചാറാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൂടെ ഞാനിതിലേക്ക് മാങ്ങ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ ഫാഷൻ ഫ്രൂട്ടുമാണ്. ഇതുപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായതാണ് മാങ്ങ ഇഞ്ചിയും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ. ഇതിനു വേണ്ടി അത്യാവശ്യം മൂപ്പെത്തിയ 5 ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പഴുത്ത ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് തീരെ കട്ടിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് മാങ്ങ ഇഞ്ചിയാണ്. ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 300 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയ ശേഷം തൊലി കളഞ്ഞെടുത്തതാണിത്. മാങ്ങ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. നല്ലപോലെ പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതൊരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 അല്ലി കറിവേപ്പിലയുമാണ്. പിന്നെ ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയുമാണ്. ഇനി ഇതിലേക്ക് അവസാനമായി 1 കപ്പ് വിനാഗിരി കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഏകദേശം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം നന്നായി വഴന്ന് കഴിയുമ്പോൾ മാങ്ങ ഇഞ്ചിയും കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. മാങ്ങ ഇഞ്ചി ഏകദേശം വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച ഫാഷൻ ഫ്രൂട്ടും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് മുളക് പൊടിയും അച്ചാർ പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ അച്ചാർ പൊടിയും മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിലാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാക്കി തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അടപ്പുള്ള കുപ്പിയിൽ ഒരു 4-5 ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ സൂക്ഷിച്ച് വെക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ഡ് അച്ചാറാണിത്.
നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.